എന്താടോ ഒരു തൃപ്തിക്കുറവ് പോലെ? തൃപ്തിക്കുറവൊന്നുമല്ല, മുഖസ്തുതിയാണ് എന്ന് തോന്നാത്ത ഒരു വാക്ക് ആലോചിക്കുകയായിരുന്നു. ഇതിപ്പോ എന്റെ മാത്രം എടുക്കൊന്നുമല്ല. താൻ എഴുതുന്ന പാട്ടുകൾ ചിട്ടപ്പെടുത്തുമ്പോ രാഗങ്ങളും സ്വരസ്ഥാനങ്ങളും അന്വേഷിച്ച് ആയാസപ്പെടേണ്ടി വരാറില്ല. അർത്ഥതലങ്ങളും വാക്കുകൾക്കിടയിലെ മൗനവും എല്ലാം അങ്ങനെ സ്വാഭാവികമായിട്ട് വിരിഞ്ഞു വരിക ചെയ്യുക. എഴുതുമ്പോഴുള്ള അവസ്ഥയും സത്യത്തിൽ അതന്നെയാ. ബോധപൂർവം കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ഒരു ഏർപ്പാടാവരുതല്ലോ രചന. അതെ, അപ്പറഞ്ഞ് 100% നേരാ. ശ്രീനിവാസ സംബന്ധിച്ചിടത്തോളം സ്വബോധമുള്ള നേരം വളരെ കുറവാണല്ലോ. വിവരമുള്ളവർ സംസാരിക്കുന്നിടത്ത് തന്റെ ഒരുമാതിരി. ഇക്കാര്യത്തിൽ താൻ അയാളോട് ചുണ്ടിയെടുക്കണ്ട. എവിടെ എന്ത്? പാട്ടിന്റെ ബാക്കി വരികൾ എവിടെയാണ്? മീറ്റർ തന്നെയാണല്ലോ. തമ്പുരാൻ റെക്കോർഡിംഗ് തിയേറ്ററിൽ എത്തുമ്പോഴേക്കും ബാക്കി റെഡി. 1-2 ചെറിയ തിരുത്ത്, അത്രേ വരും. രാത്രി മുഴുവൻ വേറെ കലാപരിപാടിയായിരുന്നു അല്ലേ? ഇയാള് വിവരമില്ലാതെ വല്ലതും വിളിച്ചു പറയുന്നത് കേട്ട്. എന്നാ പിന്നെ എന്താ? അല്ല, ഈ ഇഡ്ഡലിയും സാമ്പാറും തണുത്താ പിന്നെ ഒന്നിനും കൊള്ളില്ല. അയാളുടെ വിഷയം. ചന്ദനം എടുത്തു വെക്കാൻ പറ. ഓ, അല്ല, എന്തിനാ തമ്പുരാൻ താൻ ഇയാളെങ്ങനെ താങ്ങുന്നത്? ഒരു കടപ്പാട്, അത്രേ ഉള്ളൂ. രാമൻകുട്ടി ആശാന്റെ മകനല്ലേ, ആ ഗുണമൊന്നും ഇയാൾ കിട്ടിയിട്ടില്ലെങ്കിലും അടിസ്ഥാന സ്വരങ്ങൾ ഞാൻ അഭ്യസിച്ച അവിടുന്ന്. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പാവം. എന്തിന്റെങ്കിലും പേരിൽ 10 കാശ് കിട്ടിക്കോട്ടെ എന്ന് വെച്ച് കൂടെ നിർത്തിയിരിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മെക്കെട്ട് കയറാനും വേണ്ടേ ഒരാള്. ഇവിടുത്തെ ഈ സാമ്പാറിന്റെയും തേങ്ങാ ചമ്മന്തിയുടെയും രുചി ഓർക്കുമ്പോ വീട്ടിൽ എനിക്ക് ഇരിപ്പ് ഓർക്കൂല. സുധത്തമ്പുരാട്ടിയുടെ കൈപുണ്യം അതൊന്ന് വേറെ തന്നെയാണേ. തമ്പുരാൻ, ഈ ബാലകൃഷ്ണ തബല നിശ്ചയിച്ചാലും ഇലത്താളം നന്നായി പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ സുഖിപ്പിക്കണേ. എന്താ എന്താ വിളിച്ചേ? എന്ന് പറഞ്ഞു. എന്റെ പേരെന്താ പറഞ്ഞേ? അച്ഛനും അമ്മയും തനിക്കിട്ട പേര് ബാലകൃഷ്ണൻ. എന്താ? അത് മാത്രം വേണ്ട. ബാലെന്നും ബാലകൃഷ്ണനും വിളിക്കാനുള്ള അധികാരം ഞാൻ ഒരാൾക്കേ വിട്ടുകൊടുത്തിട്ടുള്ളൂ. അത് എവിടത്തേക്ക്. ബാക്കിയുള്ളവർക്ക് അവരിനി ഏത് കവിയായാലും ഇനി എവിടത്തെ തഹസിൽദാറായാലും ശരി, എനിക്കൊരു തൂലികാനാമുണ്ട്, ചെറുവത്താണിന്ന്. അത് വിളിച്ചാൽ മതി, അതേ വിളിക്കാവൂ. തൂലിക എടുത്ത് എഴുതുന്നവനല്ലേ ഹേ തൂലികാനാമം? ഇയാളും തൂലികയും തമ്മിൽ എന്താ ബന്ധം? ഗ്രഹപ്പഴ നേരത്ത് വിവരദോഷിയുടെ നാവിലും സരസ്വതി തൊലിയും എന്ന് പറഞ്ഞ കൂട്ടാണ് ഈ ശ്രീനിവാസയുടെ കാര്യം. രാജാ രവിവർമ്മ എന്നു പേരുള്ള ഒരു തമ്പുരാനുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടാവോ? ചിത്രരചനയിൽ ബഹുകേമൻ. ആ തിരുമനസിന് ബ്രഷായിരുന്നു തൂലിക. എന്തിന്? നമ്മുടെ ഈ തമ്പുരാന് ഹാർമോണിയത്തിന്റെ കട്ടകളിൽ സ്വരസ്ഥാനങ്ങൾ ഉറപ്പിക്കുന്ന വിരലുകളില്ലേ, അതാണ് തൂലിക. അതുപോലെ എനിക്കെന്റെ തബലയാണ് തൂലിക. തബല കൊണ്ട് ചെറുവത്താനി സംസാരിക്കും, എഴുതും. വേണ്ട, വാഗുകൊണ്ട് സംസാരിച്ചാ മതി, കൈ കൊണ്ട് തബലെ തുറണ്ട. അവതാളം തമ്പുരാന് തീരെ ഇഷ്ടല്ല. തബലയമ്മയെ കൈകൊണ്ട് തൊടില്ല എന്നുള്ള ഒറ്റ ഉറപ്പിലാണ് ഇയാളെ കൂടെ നിർത്തിയിരിക്കുന്നത്. തൂലികയും നാമൊക്കെ ശരി. നോക്കിക്കണ്ട് 2 ഇഡ്ഡലിയുടെ എടുത്ത് വെച്ചാട്ടന്, അല്ലെങ്കിൽ ചമ്മന്തി ബാക്കിയാവും. ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്, അതില് മനസ്സറപ്പിക്കുക. കഴിച്ചോളൂ ചെറുവത്താനേ, കഴിച്ചോളൂ. വേണ്ട ശ്രീനിവാസേ, വേണ്ട. താൻ പരിഭ്രമിക്കണ്ടോ? മുൻകോപം, ശുണ്ഠി ഇതൊക്കെ ആവുന്നത്ര ഒഴിവാക്കാം. കാരണം ഇല്ലാണ്ട് ആരുമായിട്ടും വക്കാണത്ത് നിൽക്കില്ല. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നാവ് കൊണ്ട് പറയണ്ടല്ലോ. പ്രിയതമയുടെ നിശബ്ദമിഴികൾ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. എങ്കിൽ ഭാഗ്യം. തബല മറക്കല്ലേ, മറന്ന പാട്ടിന്റെ താളം തെറ്റും. പുത്രിയുടെ അകത്തുണ്ട്, വിളിക്കണോ? വേണ്ട, പറഞ്ഞാ മതി. ചെറിയമ്മയെ ഇറങ്ങുന്നു. ശരി മോനെ. എടോ, ഇതും കെട്ടിയെടുത്തോണ്ട് വന്നില്ലേലും തന്റെ പടിയൊന്നും മുടങ്ങില്ല. അത് മാത്രം പറയരുത്. നിർബന്ധമാണെന്ന് വെച്ചാൽ ഞാൻ റെക്കോർഡിംഗ് തിയേറ്റർ തയ്ക്കുന്നില്ല. എന്നാൽ ഇത് എടുത്തില്ലെങ്കിൽ ഞാൻ ചെറുപ്പത്താനെ ആവൂല, വെറും ബാലകൃഷ്ണനായി പോവും. ഓ, മോശം പോയിട്ട് വരെ. അങ്ങനെ നീങ്ങിരിക്കട്ടെ. ഓ, വരട്ടെ. തല നല്ലോണം തോർത്തിക്കൂടെ നിനക്ക്? വെള്ളം കാണും വല്ലതും വരുത്തി വെക്കും. അയ്യോ, എനിക്ക്
അമ്മേ. ആ നോട്ടെ. ഓ എന്തുമാത്രം മുടിയുണ്ടായിരുന്ന കുട്ടിയാ. കൊറേ കൊഴിഞ്ഞു, ബാക്കി ദേ മുറിച്ചും കളഞ്ഞു. മുട്ടോളം മുടി, തുമ്പത്ത് തുളസിപ്പൂ, നെറ്റിയിൽ ചന്ദനക്കുറി, ഒന്നരയും മുണ്ടുപിടിച്ചൊരു തമ്പുരാട്ടിക്കുട്ടി. അമ്മയുടെ മനസ്സിലെ പിക്ചർ എനിക്കറിയാം. പക്ഷെ സോറി, ആ വേഷം എനിക്ക് ചേരില്ല. ആ നിന്നേ, കുറച്ച് രാസനാദിപ്പൊടി കൂടി. അയ്യോ വേണ്ട, എനിക്ക് എന്റെ മണം ഇഷ്ടമല്ല. ഇഷ്ടപ്പെടുമൊക്കെ പിന്നെ. വേണ്ട അമ്മേ. പോട്ടെ. സർക്കസിൽ വേഷം കെട്ടാൻ പോണ മാതിരിയാ പോക്ക്. കുട്ടികളല്ലേ ചെറിയമ്മ? അതെ അതെ, പക്ഷെ ഒന്നിനോളം മുതിർന്ന പെൺകുട്ടിയാ. ആ ബോധം അതിനോ ഇല്ല. മറ്റുള്ളവർക്കും കൂടി ഇല്ലാണ്ടായാല് ഞാനൊന്നും പറയണില്ലേ. ഹായ്. ഹലോ. എത്ര നേരം ഞാനിവിടെ വെയിറ്റ് ചെയ്യണു. വീട്ടിൽ വിളിച്ചപ്പോ രാവിലെ തണ്ടാൻ പോയിന്ന് പറഞ്ഞു. ഇറങ്ങിയല്ലേ പറ്റൂ. നിന്നെ പോലൊരു സാധനത്തിനെ നാളെ ഒരു കാലത്ത് വെച്ച് പൊറപ്പിക്കണമെങ്കിലേ ഇപ്പോഴേ അതിനുള്ള വഴി പഠിച്ചു വെക്കണ്ടേ. ഓ സാർ, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അച്ഛനോടും അമ്മയോടും ഞാൻ പറഞ്ഞോളാം എനിക്ക് പറ്റിയ വേറൊരാളെ അന്വേഷിക്കാൻ. എങ്കിൽ പിന്നെ അതാ നല്ലത്. ഞാൻ ഈ കാര്യം എങ്ങനെയാ നിന്റെ അച്ഛനോടൊന്ന് അവതരിപ്പിക്കാന്ന് കരുതി വിഷമിച്ചിരിക്കായിരുന്നു. അതെ, വൈകിട്ട് ലോട്ടസ് ക്ലബിൽ ടൂർണമെന്റ് കാണാൻ ഞാനങ്ങെത്തും. വേണ്ട വേണ്ട, ആ വഴിക്ക് കണ്ടുപോകരുത്. എന്നെ കാണാനെന്നും പറഞ്ഞു വരുന്നതേ വേറെ പെമ്പിള്ളേരുടെ കൈയും കാലും കാണാനല്ലേ. ഇള്ളിയൻ. അതെ, ഞാനുണ്ട്. അല്ലല്ലോ ഡയറക്ടറെ, ഈ പാട്ടിന്റെ ഇടപാടൊക്കെ എങ്ങനെയാ? ട്യൂൺ ഇട്ടിട്ട് പാട്ട് പാടുകയാണോ അത് പാടി കഴിഞ്ഞിട്ട് ട്യൂൺ ഇടുക? ട്യൂൺ ചെയ്തിട്ടേ പാടാൻ പറ്റൂ. അത്രേ പറ്റൂ? മതി, അങ്ങനെ മതി, മാറ്റണ്ട. അപ്പോഴേ എവിടെയാ നമ്മുടെ പാട്ടുണ്ടാക്കണ ആള്? എന്തൊട്ടാക്കാന്ന് എനിക്ക് പറയാ. അതായി മ്യൂസിക് ഡയറക്ടർ. മ്യൂസിക് ഡയറക്ടർ, പിന്നെ ഒരുത്തൻ ആർട്ട് ഡയറക്ടർ, വേറൊരുത്തൻ അസിസ്റ്റന്റ് ഡയറക്ടർ. ഒരു പടത്തിന് എത്ര ഡയറക്ടർ ഉണ്ടോ? ഇത്രയും പേരുടെ ഇടയിൽ വെറും ഒരു ഡയറക്ടറായിട്ട് താനെന്തിനാ? ഒന്നുകൂടെ നോക്കാം, ഒരു പ്രാവശ്യം കൂടെ നോക്കാം. സാർ, പ്രൊഡ്യൂസറാണ്. നമസ്കാരം. എന്ന് വെച്ചാ പണം മുടക്കണം മുതലാളിയാണെന്ന്. ഒരു പ്രാവശ്യം കൂടെ നോക്കാം. അതെ, ഒരു കാര്യണ്ട്. പാട്ട് പാടി കഴിഞ്ഞിട്ട് പിന്നെ അത് നന്നായില്ല എന്ന് പറഞ്ഞ് രണ്ടാമത് നോക്കാൻ പറ്റില്ല. അതിവിടെ പറ്റില്ല. ആദ്യം പാട്ടൊന്ന് കേക്കട്ടെ, എന്നിട്ട് വേണം ചില്ലറ മുടക്കണോ മുടക്കണ്ടേന്ന് തീരുമാനിക്കാൻ. അടയ്ക്ക വിറ്റുണ്ടാക്കിയ കാശ് കണ്ടവൻ ആൽഗുൾട്ടാക്കി കളഞ്ഞ ലോൺ പേരിനെ കിട്ടില്ല. നന്നായിട്ടില്ല എന്ന് വെക്കുക, എന്ത് ചെയ്യും? വേറെ സ്വരസ്ഥാനങ്ങൾ പറഞ്ഞു തരുമോ? അതിനുള്ള ജ്ഞാനം നമുക്കുണ്ടോ? എന്നാലും കേട്ടാ മനസ്സിലാവൂല്ലോ. കേക്കാം. പാടാൻ വേണ്ടി ദൈവം അനുഗ്രഹിച്ച സ്വരമുള്ള ഒരുത്തം വരും, അപ്പൊ കേക്കാം. അതും പുറത്തിരുന്ന്. എഴുന്നേക്കാൻ. എന്റെ പൊന്നു ഡയറക്ടർ സാറേ, മൂപ്പരെ വിളിച്ച് ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോവാ, അല്ലെങ്കിൽ പണി നടക്കൂല. അറിയാലോ. വന്നേ, കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എന്തപ്പത് വന്നേ, പറഞ്ഞെനിക്ക് മനസ്സിലാവൂല്ലോ. നമ്മുടെ പടമല്ലേ? അതിന് ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് അയാള് എന്തിനാ അലമ്പുണ്ടാക്കണേ? സാരമില്ലെന്ന്. അടയ്ക്കാ വിറ്റുണ്ടാക്കിയ കാശ് അയാളുടെ ബാഗിൽ ഇരുന്നോട്ടെ. ഇതാ അസലായി. പറയേണ്ടത് പറയേണ്ടപ്പോ പറയണം. അതെ. നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. ഒന്നുകൂടെ. 1 2 1 2 3. അയ്യോ, തന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുമേ തുടരുന്ന്.
കണ്ടോ അമ്മയുടെ മോക്ക് കിട്ടിയത്? ഈ മിടുക്ക് പഠിക്കുന്നതിൽ കൂടി കാണിച്ചിരുന്നെങ്കിൽ. തുടങ്ങി പരാതി. ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആണ്. 40 to 50% മാത്രമേ എന്നെ കൊണ്ട് പറ്റൂ. മതി. ബാക്കി സ്പോർട്സ് കോട്ടയിലെ റിസർവേഷൻ കൊണ്ടേ ഞാൻ സഹായിച്ചെടുത്തോളാം. വിയർത്ത് കുളിച്ച് അരക്കുപ്പായ ഇട്ട് ശിവ ശിവ. ശിവ ശിവ, ഇതിപ്പോ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോന്ന് എനിക്ക് സംശയം. നീ വാങ്ങിച്ചു എന്റെ കയ്യിന്ന്. ആ നീ വാ, വന്നു എല്ലാം കഴിക്കാൻ നോക്ക്. നേരത്തെയാണല്ലോ. ആ കേക്ക് അധികം വേണ്ടി വന്നില്ല. പാട്ട് അസലായി. ഇല്ല, ആ പ്രൊഡ്യൂസറോട് ഒരു ലേശം, അല്ലാതെ ഒരു വക്കാണവും ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല. ശരിയാണ്, ഈ പറഞ്ഞ അത്രേ ഉണ്ടായിട്ടുള്ളൂ. അതും വളരെ മൃദുവായ ഒരനുപാതത്തിൽ. ആഹാ, ഭാഗ്യം. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങനെ. അപ്പൊ താമസിക്കണ്ട, തുടങ്ങാം. അയ്യോ അതിനല്ല. ഏതിനല്ലാന്ന്? അതിനല്ല തന്നെ. ഇവിടെ ഇപ്പൊ തന്നെ ഇവിടെ പാവം. പിന്നെന്താ മുത്തശ്ശിയോടൊരു സ്നേഹം പതിയില്ലാണ്ട്. നല്ല ഭംഗിയുള്ള മുടിയല്ലേ, വെള്ളിനാര് പോലെ. കണ്ടിട്ട് കൊത്തിയാവണു. അച്ഛാ ഒന്നെന്നേ, ആ, ഇങ്ങോട്ടൊന്ന് വന്നേ. ഞാൻ ഒന്ന് ഫോൺ ചെയ്യട്ടെ. അയ്യോ, ഇപ്പൊ പോവാം. ഇങ്ങോട്ടൊന്ന് വാ, ഒരു മിനിറ്റ് പ്ലീസ്. ഏ? ഏ? എന്താ എന്താ രാമ ഇത്ര ചിരിക്കാൻ? അയ്യോ, ഏ ഇവിടെ ഇന്ന് ഞാൻ പോട്ടെ ചെറിയമ്മേ, തമാശല്ലേ, സാരമില്ല. തമാശ തമാശ കുറെ കൂടുന്നുണ്ട്. അതെങ്ങനെയാ? ലാളിക്കലല്ലേ എല്ലാരും കൂടെ? ഞാനേ എന്റെ അച്ഛന്റെ അമ്മയുടെ ഒറ്റ മോളാ. എന്നല്ലാണ്ട് ആരെയും ലാളിക്കാ? മുത്തശ്ശിനെയാ. ആ മതി മതി മോളെ, ഈ മെക്കെട്ട് കയറ്റവും കുസൃതിയും കുറുമ്പും ഒക്കെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് മതി. ഇവിടെ വേണ്ട. ചെറിയമ്മ ഒഴിവാക്കിയേക്ക്. മുത്തശ്ശിക്ക് എന്താ കൊമ്പുണ്ടോ? ചെറിയമ്മയ്ക്കോ? നിനക്കറിയാഞ്ഞിട്ടാ. അമ്മ മരിക്കുമ്പോ 5 വയസ്സുണ്ടായിരുന്ന ഒരു പാവം തമ്പുരാൻകുട്ടി ഇന്നിപ്പോ നാലാളറിയുന്ന യോഗ്യനായ രാഞ്ചിയായതേ ഈ ചെറിയമ്മയുടെ ചൂടും ചൂരും പറ്റിയാ. മനസ്സിലായോ?